വിഴിഞ്ഞത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് 7 ഇരട്ടിയിലധികം വോട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് ന്യൂനപക്ഷ മേഖലയാണല്ലോ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചത്? അതാണ് ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്. അതായത് വിഴിഞ്ഞത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് വിഴിഞ്ഞം ആ പറയുന്ന വാർഡിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി മരിച്ചുപോയപ്പോൾ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല, റീപോളിംഗ്, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് പറയാം. ഉപതെരഞ്ഞെടുപ്പ് തന്നെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ ആ വാർഡിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. കാരണം സ്ഥാനാർത്ഥി മരിച്ചുപോയി, അവർ ലിസ്റ്റ് ചെയ്തവർ ഈ പറയുന്ന നോമിനേഷൻ കൊടുത്തതാണല്ലോ. എന്തായാലും അവിടെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ജനുവരി 12-ന് ഇലക്ഷൻ നടന്നു, തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 3-ാം സ്ഥാനമാണ് BJPക്ക്. നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്ന ന്യൂനപക്ഷ മേഖലയാണ്, BJP താഴെ പോവും, ശരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ വോട്ടിൻ്റെ എണ്ണം കൂടി എടുക്കുമ്പോഴേ നമുക്ക് അതിലൊരു ക്ലാരിറ്റി വരുള്ളൂ. അവിടെ UDF ആണ് ഒന്നാമത് വന്നത്. UDFന് 2902 വോട്ടാണ് ലഭിച്ചത് എന്നുള്ളതാണ്. LDFന് 2819. അപ്പോൾ ഏതാണ്ട് 100ഓളം വോട്ട്, 119 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ആണ് ജയം ഉണ്ടായിരിക്കുന്നത് UDFന് എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ വോട്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2437 വോട്ടാണ് BJPക്ക് കിട്ടിയത്. അതെങ്ങനെ ഇത്രയും വോട്ട് കിട്ടി എന്നുള്ള ഒരു അത്ഭുതം ഇവിടെ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 319 വോട്ടാണ്. 319 നിന്ന് BJPയുടെ വോട്ട് 2437 ആയി ഉയരണമെങ്കിൽ അവിടെ ഹിന്ദുവിൻ്റെ വോട്ട് മാത്രമല്ല BJPക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഹിന്ദുവിൻ്റെ വോട്ട് മാത്രമല്ല BJPക്ക് കിട്ടിയെങ്കിൽ പിന്നെ ആരുടെ വോട്ടാണ് കിട്ടിയത്? അപ്പോൾ നമ്മൾ അവിടുത്തെ പോപ്പുലേഷൻ ഒന്നെടുക്കുക, അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അവിടുത്തെ ജനസംഖ്യയിൽ 38% ഹിന്ദുക്കളാണുള്ളത്. 38%. അപ്പോൾ ന്യൂനപക്ഷമാണ് ഹിന്ദു. അവിടെ നമ്മൾ പറഞ്ഞത് എന്താ? അവിടെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷം കൂടിയ മേഖലയെന്നില്ല, കൂടുതലുള്ള മേഖലയാണ് ന്യൂനപക്ഷം. അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്, അവിടെ ഭൂരിപക്ഷമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്നുള്ളതാണ്. അപ്പോൾ ലാറ്റിൻ കാത്തലിക് ലാറ്റിൻ വിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ, പെന്തക്കോസ്ത്, ഇത് മൂന്നും കൂടെ 62% വരും അവിടെ. അത്രയും വലിയ പോപ്പുലേഷൻ അവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ 38% ഹിന്ദുക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് റെക്കോർഡിക്കലാണ്, ഒഫീഷ്യലായിട്ടുള്ളതാണ്. ഈ പറയുന്ന ഹിന്ദു സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് പെന്തക്കോസ്തും ലാറ്റിനും ആയിട്ടുള്ളവരൊക്കെ അവിടെ ഉണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ, ഈ പറയുന്ന ഹിന്ദു ജാതി സംവരണം കിട്ടാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിൽ മാറാതെ ആചാരപരമായിട്ടും വിശ്വാസപരമായും ക്രിസ്ത്യാനിയായ ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അവരാണ് അവിടെ ഈ ഹിന്ദു പോപ്പുലേഷൻ അകത്തുള്ളതെന്ന് കൂടി ഓർക്കണം. അപ്പോൾ അത് എത്ര ശതമാനം വരുമെന്നറിയില്ല. എന്തായാലും 38% ഹിന്ദുവിൽ ഒരു ചെറിയൊരു വിഭാഗമെങ്കിലും അവരുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന വിഴിഞ്ഞത്ത് BJPക്ക് കിട്ടിയ 2437 വോട്ടാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ട്, ലാറ്റിൻ പെന്തക്കോസ് വോട്ടുകളിൽ പലതും ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ BJP സ്ഥാനാർത്ഥി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർവശക്തിപുരം ബിനു എന്ന് പറയുന്ന ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആയിരുന്നു അവിടുത്തെ BJP സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദു നിൽക്കുകയും ആ ഹിന്ദു ആയിട്ടുള്ള BJPക്കാരന് ഇത്രയധികം വോട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരു ആൻറ്റി മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുസ്ലിം സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു പ്രവണത അവിടെ ഉണ്ടായിരിക്കുന്നു. ആ പ്രവണത നിസ്സാരമായിട്ടുള്ള ഒരു പ്രവണത അല്ല. ആ പ്രവണതയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പിച്ച രീതിയിൽ ഉയർന്നു വരുന്ന ഇസ്ലാമിക ശക്തികളുടെ പ്രവർത്തനത്തെയാണ് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്, അവിടുത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ സർവാധിപത്യമായി പോകുക എന്നുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ, ഒരു ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല. ഇങ്ങനെ അവന്മാർക്ക് വോട്ട് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ അധികാരത്തിൽ ഇരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാരണവും കൂടി പറയുന്നുണ്ട്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ആണ് എന്തായാലും കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇപ്പോൾ BJPക്കാരനായിട്ടുള്ള ഒരു കൗൺസിലർ നമ്മുടെ വാർഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഗുണമല്ലേ? ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് BJP കാൻഡിഡേറ്റ് ജയിക്കണം എന്നുള്ള ഒരു വാദവും കൂടിയുണ്ട്. എന്നിരുന്നാലും ശരി തന്നെ, അതൊക്കെ ശരിയാണെങ്കിലും ഈ പറയുന്ന ക്രിസ്ത്യൻ, പെന്തക്കോസ്ത്, ലാറ്റിൻ വിഭാഗങ്ങളുടെ വോട്ട് വലിയ തോതിൽ ഈ പറയുന്ന ഹിന്ദു സ്ഥാനാർത്ഥിക്ക്, അതായത് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഹിന്ദു നാമധാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു പശ്ചാത്തലത്തിലുള്ള ഒരാൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2021 ലഭിച്ചതിനേക്കാൾ 7 മടങ്ങാണ് വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. നിസ്സാര ശതമാനമല്ല അത്. അതായത് 319 വോട്ട് കിട്ടിയ സ്ഥലത്താണ് ഈ വൻ വിജയം BJPക്ക് ഉണ്ടായത്. അത് ഞാൻ വൻ വിജയം എന്ന് മനഃപൂർവ്വം പറഞ്ഞത്. ആ കാര്യം എന്താ, ഇത്രയധികം വോട്ട് കിട്ടിയാൽ അത് വിജയം തന്നെയാണ്, തോൽവിയല്ല, ഒരിക്കലും തോൽവിയല്ല. 3-ാം സ്ഥാനത്താണെങ്കിൽ അത് 1-ാം സ്ഥാനത്തിനെക്കാട്ടിലും പകിട്ടുണ്ട്. കാരണം അത്രയും പ്രതികൂലമായ സാഹചര്യം, ഈ പറയുന്ന ന്യൂനപക്ഷ മതങ്ങളുടെ കോട്ട, അവിടെ നിന്ന് അതും UDF LDF ഉണ്ട്. UDF LDF ഏതാണ്ട് അവരുടെ വോട്ടുകളെല്ലാം പിടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ BJPക്കാണ് അധികമായിട്ട് വോട്ട് കിട്ടിയിരിക്കുന്നത്. ഈ വോട്ട് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ BJPയെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്തിരിക്കുകയാണ്. അതിനിപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവർക്ക് നെഞ്ചുവേദന ഉണ്ടാക്കുന്ന ഒരു ഉറപ്പായിട്ടും. അപ്പോൾ ഇത് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതെ, അവിടെയാണ് ഈ കളി മൊത്തം മാറുന്നത്. അതായത് പല മണ്ഡലങ്ങളിലും ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചുകൊണ്ട്, ന്യൂനപക്ഷ വോട്ടുകൾ UDFനും CPMനും ഒക്കെ കിട്ടുന്നിടത്താണ് BJP പലപ്പോഴും പരാജയപ്പെടുന്നത്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടക്കും, ഏകീകരണം നടക്കും. ആ ഏകീകരണം കൊണ്ടുപോകുന്ന നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തോൽക്കാനിടയായ സാഹചര്യം ഈ ന്യൂനപക്ഷ മേഖലയിലെ വോട്ടാണ്. ആ വോട്ട് ശശി തരൂരിന് കിട്ടിയപ്പോഴാണ് ഈ പറയുന്ന ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിയിട്ടും കാര്യമില്ലാതെ പരാജയപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ ആ മാറി ചിന്ത എന്ന് പറയുന്നത് വലിയ മാറ്റത്തിലേക്ക് നയിക്കും. അത് BJPക്ക് വലിയ നേട്ടം ഉണ്ടാകും. ക്രിസ്ത്യൻ വോട്ടുകൾ വന്ന് കുമിഞ്ഞു കൂടുകയാണ്. BJPയെ അവർ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ ഇതിൽ നിന്ന് സൂചന വരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമികമായിട്ട് നിൽക്കുന്ന സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു ഇസ്ലാമിക മുഖം വന്നു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ടൈപ്പ് മുസ്ലിം ലീഗാണ്. ഇനി UDF അധികാരത്തിൽ വന്ന മുസ്ലിം ലീഗാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം KM ഷാജി പറഞ്ഞതുപോലെ, മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ, ഞങ്ങൾ അധികാരത്തിൽ വരുന്ന മുസ്ലിങ്ങൾക്ക് എത്രയും നാൾ കിട്ടാതിരുന്ന ആനുകൂല്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനി എന്ത് വിചാരിക്കും, ആഹാ ഇത് അവന്മാർക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും നാൾ വെള്ളയിട്ട് കിടന്ന കോൺഗ്രസ്സുകാരെ നമ്പി അവർക്ക് വോട്ട് ചെയ്ത ഞങ്ങളെന്നാ മണ്ടന്മാരാണോ എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വോട്ട് മാറ്റിക്കുത്തുന്നത്. അപ്പോഴാണ് BJPക്ക് അവിടെ ജയം ഉണ്ടാകുന്നത്. BJPയിലേക്ക് ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നതിൻ്റെ കാരണം അതാണ്. സകല കഥകളും പറഞ്ഞു നോക്കി. ഇവർക്ക് ആഗോള തലത്തിൽ തന്നെ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ നടക്കുന്ന ഈ ഇസ്ലാമിക ആക്രമണങ്ങൾ, തുർക്കിയിൽ ഒരു ടൗണിൻ്റെ മധ്യത്തിലുള്ള ഒരു ട്രാഫിക് ഐലൻഡ് പോലത്തെ സ്ഥലത്ത് വെച്ചിരുന്ന ക്രിസ്മസ് ട്രീ അവർ നശിപ്പിച്ച് കളഞ്ഞു, അടിച്ച് നശിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ജർമ്മനി അടക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ക്രിസ്മസ് മാർക്കറ്റുകൾ പോലും ഇല്ലായിരുന്നു. ക്രിസ്മസ് മാർക്കറ്റുകൾ നടത്തിയതിൻ്റെ മുന്നിലെല്ലാം തന്നെ വലിയ കോൺക്രീറ്റ് കട്ടകൾ, വലിയ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ടാണ്. കാരണം ട്രക്ക് ഇടിച്ച് കയറ്റുമെന്നുള്ള പേടിയുണ്ടാകും. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റുകളില്ല. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും ഭയമായിരുന്നു. ആക്രമണം ഉണ്ടാകുമെന്നുള്ള പേടിയായിരുന്നു. ഒരു ന്യൂ ഇയറിന് ഒത്തുകൂടാൻ പോലും ഭയക്കുന്നു. കാരണം ഒരു ബീച്ചിലോ പാർക്കിലോ എങ്ങാനും നമ്മൾ ഒത്തുകൂടി കഴിഞ്ഞാൽ അവിടെ തോക്കുമായിട്ട് വന്ന് വെടിവെക്കുമോ എന്ന് ഭയമുണ്ട്. ഇത്രയേറെ ഭയം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭയം ആഗോള തലത്തിൽ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കുള്ള ഭയം ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. അത് നമ്മുടെ വോട്ടുകളിലും മാറ്റം വരുത്തുന്നുണ്ട്. BJPക്ക് അത് ഗുണകരമായി മാറുന്നുണ്ട്. ഇവിടെ ന്യൂനപക്ഷം BJPയോട് അടുക്കണം. ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ BJPയെ വിശ്വാസത്തിലെടുക്കുകയാണ് എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരു ഉപദ്രവവും ഇതുവരെയും BJP സർക്കാർ വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. പോരാത്തതിന് നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വലിയ വികസനം വരികയും ചെയ്തു. അപ്പോൾ BJPക്ക് വലിയ വളർച്ചയുണ്ടാകുന്നു, മുന്നേറ്റമുണ്ടാകുന്നു. അതിൻ്റെ ആദ്യ സൂചന വിഴിഞ്ഞത്ത് കിട്ടുന്നു. ഇത് നിയമസഭയിലേക്ക് പ്രതിഫലിക്കാൻ പോകുന്നു. ഈ പറയുന്ന വോട്ട് മറിച്ച് ഇനി കോൺഗ്രസിനെ അങ്ങ് ജയിപ്പിച്ച് കളയാമെന്ന് LDF വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ല. ആ പരിപാടി ഇവിടെ പൊളിഞ്ഞു തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്,
അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.